ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ റൂട്ട്സ് ബൈ പ്രദേശ് യശ്ശേരി. നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ വന്നുള്ളത് വയനാട്ടിൽ തന്നെയാണ്. ഇന്നലെ സുൽത്താൻ ബത്തേരി വന്ന് റൂം എടുക്കാൻ നോക്കിയ, പക്ഷെ ഒരു റൂം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ മുട്ടിൽ പോയി, മുട്ടിൽ നിന്ന് റൂം കിട്ടി. അവിടെ ഒരു അത്യാവശ്യം നല്ല നീറ്റ് റൂമായിരുന്നു. ഇന്നലെ അവിടെ റൂം എടുത്തു. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു. നമ്മൾ ഫാൻഡൻ റോക്കിലേക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. അമ്പലവയൽ റൂട്ടാണുള്ളത്, മീനങ്ങാടി അമ്പലവയൽ റൂട്ട്. ഞങ്ങളിതാ ഇവിടെ ഫാൻഡൻ റോക്കിന്റെ തൊട്ടടുത്ത് എത്തി. ഇവിടെ എത്തിയപ്പോ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, ഇതിനുള്ള ഗേറ്റ് പൊട്ടിയിട്ട് കാണാം. ഇവിടെ രാവിലെ 9:30 കഴിയുമ്പോലെ തുറക്കണമെങ്കിൽ. ഞങ്ങൾ തുറക്കാൻ കാത്തു നിന്നില്ല. പുറത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ട് തിരിച്ചു പോവാണ്. ഈ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിലെ ചേട്ടൻ വേറൊരു വ്യൂ പോയിന്റ് ഒരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്, അമ്പലവയലിന്റെ അടുത്താണ്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ പുറത്തെ കാഴ്ച കണ്ടിട്ട് നേരെ അവിടേക്ക് പോകും. സമയം ഏകദേശം 7 മണി ആവുന്നുള്ളൂ കേട്ടോ, സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളിത് അവിടെ എത്തി. മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അമ്പലവയൽ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പം മുകളിലേക്ക് വണ്ടി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു വഴിയാണ്. അപ്പം വണ്ടി താഴെ വെച്ചു, റോട്ടിൽ വെച്ചിട്ട് നടന്നു പോവാ. ഇത് മൊത്തം പാറക്കോറികളാണ് കേട്ടോ. പണ്ട് പാറയൊക്കെ പൊട്ടിച്ചെടുത്തിരുന്ന സ്ഥലമായിരുന്നു. പാറ തുരന്ന് കൊണ്ടുപോയത് അവിടുന്ന് ഫുള്ളായിട്ട്. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ദൂരം കണ്ടില്ല, കോടമഞ്ഞായിട്ട് മലയൊന്നും ശരിക്കും കാണുന്നില്ല. ആ മലയുടെ മുകളിൽ കണ്ടില്ലേ ഹട്ടുകള്, ഏതോ റിസോർട്ടാണെന്ന് തോന്നുന്നു അവിടെ. രാവിലെ തന്നെ നല്ല സൂര്യൻ ഉദിച്ചു വന്നു. ഇന്നത്തെ സൺറൈസ് ഇവിടെ നിന്നായി. മഞ്ഞപ്പാറയിൽ നിന്നുള്ള സൂര്യോദയം. നല്ല പുല്ലും മലകളും പാറക്കെട്ടൊക്കെ ആയിട്ട് ഒരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. സജിനി ആരംഭം താഴെ പാറക്കോറി നോക്കി നിൽക്കുന്നുണ്ട്. വലിയ പാറകൾ തുറന്നു കൊണ്ടുപോയതാണ് ഇവിടെ നിന്ന്. അതുകൊണ്ടല്ലേ മൊത്തം കാണാൻ അത്യാവശ്യം നല്ല ഒരു ഭംഗിയൊക്കെയുള്ള ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. അതാ ദൂരെ കപ്പിൾസ് ഷൂട്ടിങ്ങിലാന്ന് തോന്നുന്നു. സേവ് ദ ഡേറ്റിന്റെ ഷൂട്ടോ അങ്ങനെ എന്തോ ആണ്. അങ്ങനത്തെ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണിത്. സൂര്യൻ ചന്ദനവേലാലെ മണ്ണിൽ തൂവും വെൺമധുരം. തമ്പുരു ശ്രുതി മീട്ടി മാരുതനിരുകാതിൽ തീയും പാട്ടിൻ പാൽമധുരം. ഈ പാറയുടെ മുകളിൽ കൂടി ഒക്കെ നടന്ന് നേരെ മേലെ ആ മലയുടെ മേലെ എത്തണം. അവിടെയാണ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത്. ചെറിയൊരു ട്രക്കിങ് തന്നെയാണ് ഒരു മലയിലേക്കുള്ള. കുറെ പിള്ളേര് ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ മുകളിലെത്തി തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ താഴത്ത് നിർത്തിയപ്പോൾ വേറൊരു കാറ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റ് ആണ് പറഞ്ഞത്. അവർ ഇവിടെയുള്ള ആളുകളായിട്ടല്ല, ബാംഗ്ലൂരിൽ നിന്നിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഒരു വെക്കേഷന് ചെറിയ വയനാട് ട്രിപ്പായിട്ട് വന്നതാണ്. അപ്പം അവരോട് ചോദിച്ചാൽ പറഞ്ഞത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മേലേന്ന്. എന്തായാലും നമുക്ക് മുകളിൽ കയറി നോക്കാം. രാവിലെ ഈ സമയമായതുകൊണ്ട് നല്ലൊരു തണുപ്പും കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഈ മല കയറുമ്പോൾ വലിയ ക്ഷീണമൊന്നും അറിയുന്നില്ല. രാവിലെ ആയതുകൊണ്ടാണ് അറിയില്ല, തീരെ അങ്ങനെ വലിയ ആളുകളും കാര്യമൊന്നുമില്ല. അങ്ങനെ പ്രത്യേകം അങ്ങനെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നല്ല തോന്നുന്നു.
സജിനതാ മേലെത്തി. അവളതാ മേലെത്തി. എന്നെക്കാട്ട് മുന്നേ മേലെത്തിയതാ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റും നല്ലൊരു ഭംഗിയുണ്ട് സ്ഥലങ്ങൾ കാണാൻ. ആരോമലിന്റെ ബാക്കിലാണ്. മുമ്പിലോട്ട് പോയി. ആരോമലതാ നിലത്തിരിക്കുന്നത്. എന്താ ചെയ്യുന്ന അവിടെ? ഷൂവിന്റെ ലേസ് കഴിഞ്ഞു. ചുറ്റും പാറകളും പുല്ലൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. ഇപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളും നടന്നതാ ഈ മലയുടെ മേലെത്തി. ഞങ്ങൾ നേരെ താഴേക്ക് ഫുള്ള് മഞ്ഞ. താഴോട്ടൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല താഴത്തെ കാഴ്ചകളൊന്നും. ഇവിടെ ആൽമരത്തിന്റെ തൈ. നല്ല ഭംഗിയുണ്ട്. ഇലകളെ കണ്ടില്ല, നല്ല ചുവന്ന് കിടക്കുന്ന പുതിയ ഇല തളിർത്ത് വന്നതാണെന്ന് തോന്നുന്നു. താഴേക്കഥ നല്ല കുടമഞ്ഞായിട്ട് താഴോട്ടൊന്നും കാണുന്നില്ല. സജിനി ആരോമല അതാ അവിടെ നിന്ന് കണ്ട വേറെ ഫോട്ടോഷൂട്ടിലാണ്. ആരോമല നല്ല ഫോട്ടോഗ്രാഫി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, മലയുടെ ഇപ്പുറത്തെ സൈഡില് താഴെ കുറെ ആളുകളുണ്ട് കേട്ടോ. അവിടെ മലയുടെ അപ്പുറത്തെ സൈഡിൽ രണ്ടുപേര് താഴോട്ട് നോക്കിയിട്ടുണ്ട്. വീണ്ടും താഴെ വീണ്ടും ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഇത് വേറെ ടീമാന്ന് തോന്നുന്നു. നല്ല മഞ്ഞായിട്ട് താഴോട്ടൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ, മഞ്ഞും പാറകളൊക്കെ ആയിട്ട്. പ്രത്യേകം പറയേണ്ടത് വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ആരും ഒന്നും അങ്ങനെ അലമ്പാക്കി ഇട്ടിട്ടൊന്നുമില്ല. പൊതുവേ നമ്മളെ കേരളത്തിലെ ഏതോ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ ബേക്കറി ഐറ്റംസിന്റെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഈ ടോപ്പിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാവരും താഴെയാണ്. ഈ ടോപ്പിൽ ഞാനും സജിനിയും ആരോമലും മാത്രമേ ഈ മലയുടെ മുകളിൽ. ഞങ്ങളിനി ഇവിടുത്തെ ഈ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ എടക്കൽ ഗുഹ പോവാന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ താഴോട്ട് തിരിച്ചിറങ്ങുകയാണ് മലയുടെ മുകളിൽ നിന്ന്. അപ്പൊ പറഞ്ഞു വന്നത് ഞങ്ങള് ഇനിയിപ്പോ നേരെ എടക്കൽ ഗുഹയാണ്. ഞങ്ങൾ അവിടുന്ന് ഫാന്റം റോക്കിന്റെ അവിടെ നിന്ന് അടുത്തായിരുന്നു എടക്കൽ ഗുഹ വരുന്നത്. അപ്പൊ അവിടെയും 9 മണിയാവും തുറക്കണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ആ ടൈമില് അപ്പം ആ ചായക്കടയിലെ മൂപ്പര് പറഞ്ഞ സ്ഥലം ഏതായാലും മൂപ്പര് പറഞ്ഞു തന്നെ നന്നായി. ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം വന്ന് കാണാനായി. അപ്പൊ അധികം കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഈ സ്ഥലം. അപ്പം ഈ റൂട്ടിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്തോളൂ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഏകദേശം മോർണിംഗ് ടൈമിൽ വരികയാണെങ്കിൽ, ഈ സമയത്തൊക്കെ വരികയാണെങ്കിൽ സൂര്യോദയമൊക്കെ കണ്ട് നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളിതാ എടക്കൽ ഗുഹയുടെ താഴെ എത്തി. വണ്ടി പാർക്കൊക്കെ ചെയ്തു മേലേക്ക് പോവാണ്. ഇവിടെ എന്താ ചെറിയ കുരിശുവള്ളി പോലെ കുരിശും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ലാസ്റ്റ് പാർക്കിംഗ് കഴിഞ്ഞിട്ട് മേലേക്ക് കയറുന്ന വഴിയാ എടക്കൽ ഗുഹ. എൻട്രി ടൈം 9 മണി മുതൽ 4 മണി വരെ. പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. ഞങ്ങളിപ്പോ രാവിലെ തന്നെ ആയതുകൊണ്ട് കടകളൊക്കെ തുറക്കുന്നുള്ളൂ ഇവിടെ. கடலை நரை வந்த பிறகே നമ്മള് ടിക്കറ്റ് എടുക്കാൻ പോവാണ്. വലിയ ആളുകൾക്ക് 50 രൂപ, കുട്ടികൾക്ക് 30 രൂപയാണ് കേട്ടോ റേറ്റ് ഇവിടെ.
ഇവിടെ എല്ലായിടത്തും നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവര്. ഒരു ചപ്പുചവറൊന്നും കാണുന്നില്ല. സംരക്ഷിത സ്മാരകത്തിലേക്ക് കുപ്പിവെള്ളം കൊണ്ടുപോകുന്നതിന് കൗണ്ടറിൽ 20 രൂപ അടച്ച് ഒരു സ്റ്റിക്കർ വാങ്ങണം. എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഈ കുപ്പിയൊക്കെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും ടീം. ഒരു അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവര്. നമുക്ക് നേരെ നടന്നു പോകാൻ മുകളിലേക്ക്. തീരെ വെയിലൊന്നുമില്ല കേട്ടോ, നല്ല തണുപ്പുണ്ട് നടന്നു പോകാൻ. രാവിലെ തന്നെ ആയതുകൊണ്ടാണോ അറിയില്ല. പിന്നെ ഫുള്ള് മരങ്ങളും ഉണ്ട്. ഇതിവിടെ സൈഡിലൊക്കെ കോട്ടേജുകളുണ്ട് താമസിക്കാനാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരിക്കും ഇത് തോന്നണം. ഒരു കാട്ടിന്റെ ഉള്ളില് കോട്ടേജ്. ഇവിടുത്തെ റൂമിനൊക്കെ റേറ്റ് ആയിരിക്കണം എന്ന് അന്വേഷിച്ച് നോക്കണം. ഞാൻ തോന്നുന്നു കോട്ടേജുകളെ ടൂറിസ്റ്റുകളുടെ കോട്ടേജാന്ന് തോന്നണത്. ഹായ്, നോക്കിയാൽ കൊരങ്ങനതാ നിന്ന് പഴുത്ത ചക്ക അടിച്ചു മാറ്റുന്ന കൊരങ്ങൻ. അയ്യോ, ചെറിയൊരു കുട്ടിയുണ്ട്. കൊരങ്ങനും കുട്ടിയുടെ ചക്ക തിന്നുന്നു. മൂപ്പര് ഒരു ചുളെടുത്ത് നേരെ മുകളിലേക്ക് കയറി. എന്താലേ കുട്ടി അവിടെ പോയി. കുരങ്ങനവിടെ നിന്ന് സുഖമായി ഒറ്റക്ക് അടിക്കുന്നുണ്ട്. മേലെ കണ്ടട്ടോ കുരങ്ങന്മാര്. മുകളിലതാ മൊത്തം മുകളിലെല്ലായിടത്തിലുണ്ട്. കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ മേലേക്ക്. നീ കുത്തനെ കയറ്റം കയറി പോകാനാ മേലേക്ക്. സ്പീഡിൽ നടക്കും. എന്തായാലും വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ സൂര്യപ്രകാശം ഉള്ളിൽ കൂടെ ഒക്കെ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. ഒരു തണുത്ത ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് കയറ്റം കയറുമ്പോൾ അങ്ങനെ ക്ഷീണം അറിയില്ല. അതോ 2 ചേച്ചിമാരൊക്കെ ഇരുന്ന് പോയി. ഒരു മക്കളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളെ വെച്ചിരിക്കുക. അതാ അവിടെ 2 ചേച്ചിമാരെ അടിച്ചു വരുന്നുണ്ട്. ഇത് മേലെ നമ്മളിപ്പുറത്തൂടെ റൈറ്റ് സൈഡിൽ കൂടെ മേലേക്ക് കയറാൻ ഈ വഴി താഴോട്ട് ഇറങ്ങി വരാനുള്ള വഴി തോന്നുന്നുണ്ട്. മേലെ കയറിയിട്ട് നല്ല പാറയിടുക്കിൽ കൂടെ ഒക്കെ നടന്ന് പോവാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ അടുക്കൽ ഗുഹ വരുന്നത്. വയനാട്ടിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നടന്ന് ഏകദേശം മേലെത്തി. ഫസ്റ്റ് ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ് ആണിത്. ഈ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് തന്നെയാണ് ഇനി മേലേക്ക് കയറി പോകേണ്ടത്. എല്ലാവരും ഗുഹേൻ്റെ മുഖത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണ തിരക്കില്ല. അതാ മേലെ കണ്ട പാറയിടുക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് മേലേക്ക് കയറേണ്ടത്. ഈ എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേര് അമ്പൂത്തിമല എന്നാണ് കേട്ടോ. ഈ മലയിൽ 2 ഗുഹകളാണ്. ഒരു ചെറിയ ഗുഹയും ഒരു വലിയ ഗുഹയും. രണ്ടും പ്രകൃതിജന്യമായിട്ടുണ്ടായ 2 ഗുഹകളാണ്, മനുഷ്യനിർമ്മിതമല്ല. അപ്പോൾ നമ്മളിപ്പം കയറാൻ പോകുന്നത് ഫസ്റ്റ് ഒരു ചെറിയ ഗുഹയിലേക്കാണ് കയറാൻ പോകുന്നത്. അത് ആരോമലതാ കയറി പോകുന്നുണ്ട്. ആരോമലുണ്ടത് ഈ ക്യാപ്പൊക്കെ വെച്ചിട്ട് ബാക്കിൽ സൗകര്യമുണ്ട്. ഈ വഴി നേരെ കയറിയാൽ ചെറിയ ഗുഹയിലേക്ക് നമ്മളെത്തും. അവിടുന്ന് തന്നെയാണ് നേരെ കയറി മേലേക്ക് സ്റ്റെപ്പൊക്കെ കയറി പോകണം വലിയ ഗുഹയിലേക്ക് എത്താൻ. ഏതായാലും നമ്മളതാ ചെറിയ ഫസ്റ്റ് ഗുഹയിലേക്കുള്ള എൻട്രൻസിലെത്തി. അതിനുള്ളിലേക്ക് കാലെടുത്ത് വെക്കുക. ഈ ഗുഹയിലേക്ക് കയറുന്നിടത്തിൽ മറ്റേ ഗേറ്റൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗേറ്റൊക്കെ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഗുഹയുടെ ഉള്ളിൽ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. എന്തായാലും ഗുഹ ഇതൊക്കെ എന്തായാലും ഒരിക്കലും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അങ്ങനെയൊക്കെ ഈ സംഭവം നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത്.
ഉള്ള പാറയും പാറ ഇടുക്കുകളും അതിന്റെ ഉള്ളിലേക്ക് എന്തോ ഒരു പെയിന്റിങ് പോലെ കാണുന്നുണ്ട് ടൊമ്മില്. നമുക്കൊന്ന് അങ്ങോട്ട് നോക്കി നോക്കാം എന്താ സംഭവം. എന്താ ഒരു ശിവലിംഗത്തിന്റെ പെയിന്റിങ് ആണല്ലോ അത്. കണ്ടില്ലേ, ഒരു പഴക്കമുള്ള പെയിന്റിങ്സ് ആണ് കേട്ടോ. അത് പണ്ട് ആദിമ മനുഷ്യരൊക്കെ താമസിച്ച സമയത്ത് ചെയ്തതായിരിക്കും തോന്നുന്നത്. ഈ പാറയുടെ മുകളിലൊക്കെ എന്തോ ഒരു പണ്ട് കാലത്ത് ആൾക്കാരെ ഈ എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോ കണ്ടൊരു ചിത്രം, ഒരു ശിവലിംഗത്തിന്റെ ഒരു ചിത്രം കണ്ടു. അത് നമുക്കൊരു സ്റ്റേജ് പോലെ ഗുഹേന്റെ ഉള്ളില് എല്ലാരും കയറി ഫോട്ടോ എടുക്കണ്ട. എന്താണ് അതൊക്കെ നാച്ചുറൽ സംഭവങ്ങളാണ്. ആരും ഒന്നും ഉണ്ടാക്കിയൊരു സംഭവങ്ങളൊന്നുമില്ല, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവം ഇല്ല ഇതില്. ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടോ, സമുദ്രനിരപ്പിൽ നിന്നും. അതായത് മേലത്തെ ഗുഹയിലാണ് തോന്നുന്നുള്ളത്. ഇവിടെ നിന്നും അങ്ങനെ നമ്മളെ ശിലാലിഖിതങ്ങളൊന്നും കാണുന്നില്ല. മേലെ വലിയ ഗുഹ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിലാണ് തോന്നുന്ന ശിലാലിഖിതങ്ങളൊക്കെ വരുന്നത്. ഈ അമ്പൂത്തിമലേന്റെ മേലെ ഒരു വലിയ വിള്ളലുണ്ടാവും. അതിൻ്റെ അടുത്ത് ഒരു വലിയ പാറ വീണിട്ട് അങ്ങനെ നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ് ഈ ഗുഹ എന്ന് പറയപ്പെടുന്നത്. അപ്പം ഉള്ളില് തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും മേലെ കയറിപ്പോയി. അപ്പൊ ഞാനും സജിനിയും ആരോമലും മാത്രം അപ്പൊ ഈ ചെറിയ ഗുഹക്ക് ഉള്ളില്. ആരോമല് താഴെ അവിടെ ആരോമല സ്റ്റേജിന്റെ ഉള്ളിൽ പോയിരുന്ന് കണ്ട് ആരോമല ആ സ്റ്റേജിന്റെ ഉള്ളിൽ പോയിരുന്ന് ഫോട്ടോന് പോസ് ചെയ്യാ. സ്റ്റേജ് പോലത്തെ കല്ല്, സ്റ്റേജ് എന്ന് പറഞ്ഞതാണ്. സജിൻ എവിടെ ഇരുന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓ, നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഈ സ്റ്റീലിനെ കൊണ്ടൊക്കെ. നമ്മളിതാ സ്റ്റെപ്പുകളൊക്കെ നല്ല രീതിയിൽ സ്റ്റെപ്പ് സുഖമായി കയറി പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ലൊരു സൗകര്യം. പാറ നോക്കെ മേലേന്ന് വെള്ളം ഇട്ടുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. ആ പാറേന്റെ മേലെ നിന്ന് എവിടെ കിട്ടുന്നുണ്ടല്ലോ വെള്ളം. മേലെ പാറേന്റെ ടോപ്പ് നിന്നാണ് വെള്ളമൊക്കെ വീഴുന്നത്. മേലെ കണ്ടില്ല, ആ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മേലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ സ്റ്റീലിന്റെ സ്റ്റെപ്പ് വേറെ ഉണ്ട്. നമ്മളിപ്പോൾ ആ വലിയ സ്റ്റെപ്പ് കയറി ഇപ്പൊ രണ്ടാമത് വേറെ സ്റ്റെപ്പ് കയറി പോവാണ് മേലേക്ക്. ഇപ്പൊ ഞങ്ങൾ ആ 2 സ്റ്റെപ്പുകളും കയറിയ ശേഷം ഇപ്പൊ അതിലും വലിയ ഒരു സ്റ്റെപ്പുകൾ ഇതാ കയറി പോവാ. അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് എത്തണം, മേലെ എത്തണം നമുക്ക് ആ വലിയ ഗുഹയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളിതാ ആ ഗുഹക്കുള്ളിൽ കയറിയ നേരെ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ ഗുഹയിലേക്ക് വന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും മേലുള്ള വലിയ ഗുഹ. ശരിക്കും 2 പാറ മൂടിയിട്ട് ഉള്ള ഒരു ഗുഹ തന്നെയാണ് കേട്ടോ അത്. സൈഡിലൂടെ സൂര്യപ്രകാശം വരാനുള്ള ഗ്യാപ്പും ഉണ്ട്. ഈ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, ഈ ഗേറ്റിന്റെ സൈഡിൽ കണ്ടു 2 പാറയെടുക്ക് തമ്മിലുള്ള ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ നേരെ താഴോട്ട് നോക്കിയാൽ താഴെ വരെ കാണാം നമ്മൾ വന്ന വഴി വരെ. ഓരോ പ്രകൃതിയുടെ ഓരോ ലീലാവിലാസങ്ങൾ കണ്ടില്ല. നേരെ താഴോട്ടൊന്ന് കാണുന്നുണ്ടല്ലേ, ഇത് 2 പാറ, അതിന് നേരെ 2 പാറയുടെ ഗ്യാപ്പ്. ഇതാണിപ്പോ നമ്മൾ ആ ഗുഹയുടെ മേൽഭാഗമാണ് കാണുന്നത്. ആ വലിയ ഗുഹേന്റെ മേലെ കാണുന്ന പാറയുടെ ഭാഗങ്ങൾ. സൈഡിൽ ചെറിയ ഗ്യാപ്പ് കൂടെ സൂര്യപ്രകാശം വരുന്നുണ്ട്. ബാക്കിയുള്ള കണ്ടില്ല ഒരു മൂടിപ്പെട്ട ഒരു ഇത്. ഇവിടെ കണ്ടില്ല
ഈ ഇതിന്റെ മേലെ ഈ പാറയുടെ ഈ ചുമരിന്റെ മേലേക്കാണ് ഈ ശിലാലിഖിതങ്ങളുള്ളത്. ഈ ലിഖിതമുള്ള ഇതെല്ലാം എത്രയോ പുരാതനമായിട്ടുള്ള ഏതോ പ്രാചീന മനുഷ്യർ ചെയ്തു വെച്ച ശിലാലിഖിതങ്ങളാണ്. പിന്നെ ഏതോ പഴയ കാലത്തുള്ളത്, അതായത് കേരളത്തിൽ തന്നെ ഇത് ആകെ ഏറ്റവും പുരാതനം ചെന്നൊരു ശിലാലിഖിതം ഇതാണെന്ന് പറയുന്നത്, ഇവിടെ ഉള്ളതാണെന്ന്. അല്ല, കണ്ടിട്ട് എന്താ മനസ്സിലുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ. ഇതാണ് എൻട്രൻസ് കേട്ടോ, ഗുഹയിലേക്ക് ഇറങ്ങി വരുന്ന എൻട്രൻസ് ആണിത്. അപ്പൊ ഞങ്ങൾ ശിലാലിഖത്തിന്റെ മുന്നിൽ നിന്നുള്ള ഒരു ഫോട്ടോ എടുത്ത நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே தானே தானே நானினே 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 தானே രണ്ട് ഗുഹകളും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ താഴേക്ക് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കാണ്. ഇവിടെ എല്ലാം നല്ല കറക്റ്റായിട്ടുള്ള സ്റ്റീലിന്റെ സ്റ്റെപ്പുകളൊക്കെ വെച്ച് നല്ല സുഖമാണ് കേട്ടോ പോയി വരാനൊക്കെ. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇവിടേക്ക് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ നല്ല രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പും കൈവരിയൊക്കെ വെച്ചിട്ടുള്ളതേ കണ്ടില്ലേ. ഈ പാറയുടെ ഇടുക്ക് കൂടെ ഉള്ളതൊക്കെ കറക്റ്റ് നല്ല രീതിയിൽ ആ ഒരു സ്റ്റെപ്പൊക്കെ വെച്ച് ഉണ്ടാക്കി നല്ല നമുക്ക് സുഖമായിട്ട് പോയിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്നുണ്ട്. രണ്ട് പാറയുടെ ഇടുക്ക് കൂടെയൊക്കെ ഒരു സ്റ്റീൽ കൊണ്ട് ചെയ്ത് വെച്ചത്. നമ്മൾ വേറെ എവിടെയും പോയാൽ വരില്ല. നമുക്ക് പ്രത്യേകം എടുത്തുകൊണ്ടേണ്ട കാര്യം ഇവിടുത്തെ നീറ്റ്നെസ് ആണ്. മൊത്തം ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് ഇട്ടതോ അങ്ങനെ ഒരു സംഭവമില്ല ഇവിടെ. ഞങ്ങളിതാ മേലെ നിന്നൊക്കെ താഴെ ഇറങ്ങിപ്പതാ എത്തി. നമ്മളാ പെരയുടെ താഴെ എത്തി. ഇനിയിപ്പോ ഞങ്ങൾ അവിടുത്തെ എടക്കൽ ഗുഹയിൽ ഇറങ്ങി കഴിഞ്ഞിപ്പം നമ്മളെ സൂചിപ്പാറ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരുന്നത് മേപ്പാടി പഞ്ചായത്തിലാണ് വരുന്നത്. മേപ്പാടി ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് കയറി പോകാം. അതുകൊണ്ട് അവിടെ ഇത് പുതിയ റിസോർട്ടിന്റെ വർക്ക് നടക്കുകയെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഫുള്ള് മരമൊക്കെ മുറിച്ചിട്ടുണ്ട്. ഈ സൂചിപ്പാറ എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ ചൂരൽമല മുണ്ടക്കെ ദുരന്തം നടന്നില്ല, അതിന്റെ തൊട്ടടുത്താണ് വരുന്നത്. ഇവിടെ റോഡിന്റെ വർക്ക് നടക്കുകയാണ് കേട്ടോ. ആദ്യം ചെറിയ റോഡായിരുന്നു. ഞങ്ങൾ കുറച്ച് മുന്നേ ഇതിന് വന്ന സമയത്ത് കുറെ മുന്നേ വന്നപ്പം ചെറിയ റോഡായിരുന്നു. ഇപ്പൊ വീതി കൂട്ടി പുതിയ റോഡ് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആ ചൂരൽമല മുണ്ടക്കെ ദുരന്തമൊക്കെ നടന്ന സമയത്ത് ഇവിടേക്ക് വണ്ടികളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ചെറിയ റോഡായതുകൊണ്ട്. ഈ ബസ് സ്റ്റോപ്പിന്റെ ബാക്കിലുള്ള ഭാഗം കണ്ടില്ല, അതാണ് നമ്മൾ പണ്ട് പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത് ഉരുൾപൊട്ടി പോയ വഴിയാണത്. ആ പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഏരിയ മൊത്തം ഒരു
രണ്ട് ദുരന്തങ്ങളുണ്ടായ സ്ഥലങ്ങളാണ്. പുത്തുമല ദുരന്തം, മുണ്ടക്കൈ, ചൂരൽമല ദുരന്തമൊക്കെ നടന്ന സ്ഥലമാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഈ ചൂരൽമല, മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് ആ മൊത്തം കുത്തിയൊലിച്ചു പോയത് നമ്മളെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴിയാണ്. ആ പുഴ നേരെ ഒഴുകി വന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ചാടി അവിടെ നിന്നാണ് നേരെ നിലമ്പൂരേക്ക് ഒഴുകി പോയിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി. ഇതാണ് അങ്ങോട്ട് കയറുന്ന എൻട്രൻസ് ആണിത്. ഇവിടെ നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഡെയിലി 500 ആൾക്ക് മാത്രമേ ഇവിടെയും ടിക്കറ്റ് ഉള്ളൂ. അപ്പം ആദ്യമേ ടിക്കറ്റ് ഉറപ്പാക്കി മാത്രം ഇങ്ങോട്ട് വരിക. ടിക്കറ്റ് ഇല്ലാണ്ട് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം ആ റോഡിനൊക്കെ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നിരാശനായി തിരിച്ചു പോകേണ്ടി വരും. അപ്പം ഞങ്ങളിത് ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾക്കൊരു ടിക്കറ്റിൻ്റെ ഒരു ചാൻസ് കിട്ടിയിട്ട് ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ശേഷം വന്ന ഒരാളെ ഇവിടെ കയറ്റി വിട്ടിട്ടില്ല. എല്ലാവരും വന്ന് ലാസ്റ്റായി മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. എന്തോ കോടതി ഉത്തരവുണ്ടെന്നാണ് പറഞ്ഞത്. ഡെയിലി ഒരു 500 ആളെ മേലെ ഇതിനുള്ളിൽ കയറ്റി വരുന്നത് പറഞ്ഞിട്ടുള്ള കോടതി ഉത്തരവുണ്ടെന്നാണ് ഒന്ന് ഫോറസ്റ്റിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. സജിനി ആരംഭില്ലാത്ത ബാക്കിൽ വരുന്നുണ്ട്. കുറെ ആളുകൾ പോയി തിരിച്ചു വരികയാണ്. ഈ 500 ആൾക്ക് മാത്രമേ ഡെയിലി ഉള്ളത് കൊണ്ട് തീരെ തിരക്കില്ല കേട്ടോ. അവിടെ കുറച്ച് ആളുകൾ മാത്രം വന്ന് എല്ലാവരും തിരിച്ചു പോയി. അപ്പൊ അങ്ങനെ പ്രശ്നവും കാര്യമൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കാണാനിട്ട് സ്ഥലമൊക്കെ. പോണ വഴിയൊക്കെ താഴത്ത് നല്ല കരിങ്കല്ലൊക്കെ വിരിച്ചിട്ടാണ്. ആ ദൂരെ മലയിലെ വേണ്ടുന്ന റിസോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ദൂരെ കാണുന്നത്. അല്ല, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ മലയുടെ ഒത്ത മുകളിൽ, നല്ല റിസോർട്ടായിരിക്കും. ഈ ഇത്തരം പ്രകൃതിലോലമായ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് ഈ കുന്നിന്റെ മുകളിലൊക്കെ ഇടിച്ചിട്ട് ഇതേപോലെ റിസോർട്ടുകളൊക്കെ നിർമ്മിക്കാനൊക്കെ അനുമതി കൊടുക്കാറുണ്ടല്ലേ എല്ലാത്തിനും. അങ്ങനെയല്ല, കല്ല് മൊത്തം കല്ല് വിരിച്ചിട്ട് ആ സ്റ്റെപ്പ് എല്ലാം കുറച്ച് താഴോട്ട് അവിടെ ഇറങ്ങി പോകാനുണ്ട്. ഏകദേശം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന് മേലെ നടക്കാനുണ്ട്. 2 കിലോമീറ്റർ അടുത്ത് നടന്ന് ആണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. മൊത്തം പുഴയിലെ വലിയ ഉരുളൻകല്ലുകളൊക്കെ കൊണ്ടുവന്നിട്ട് വഴിയിൽ പാകി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ ഇതിന് മുന്നേ 2 പ്രാവശ്യം വന്നിട്ട് ഇവിടെ തിരിച്ചു പോയതാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടാതെ ഒരു പ്രാവശ്യം മറ്റേ എന്താ പറയുക, നമ്മൾ ആ പുത്തുമലക്ക ദുരന്തം നടന്ന ആ സമയമൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പോൾ ഒന്നും ടൂറിസ്റ്റുകൾ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുന്നേ ഇതേപോലെ വന്നപ്പോൾ മഴ കനത്ത സമയത്തായതുകൊണ്ട് ഒന്നും ഇതേപോലെ തന്നെ ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യം വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ കയറാനുള്ള ഒരു അവസരം കിട്ടിയത്. ഇപ്പം ഇത് മഴക്കാലമല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വലിയൊരു അത്ര വെള്ളച്ചാട്ടത്തിൽ അത്ര ശക്തിയൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ഇങ്ങോട്ട് തീരെ കയറാൻ പറ്റാത്ത സ്ഥിതിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാണുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടം. ഇതിൻ്റെ താഴെ ഈ വെള്ളം അടിച്ച് നേരെ ചാടി വരുന്നത് താഴെ ഒരു പോണ്ട് മാരിണ്ട്, കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. വയനാട്ടിലെ നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ അത്. ശരിക്കും മൺസൂണിലൊക്കെ വന്നാലാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയാം. പക്ഷെ മഴ കനത്ത സമയത്താണെങ്കിൽ വരാതെ എനിക്ക് പറ്റുകയില്ല. 500 ലിമിറ്റ് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നത്. തീരെ തിരക്കില്ല ഇവിടെ. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനൊക്കെ സ്വസ്ഥമായി കുളിക്കുക.
വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പോഴും ഒരു വിഷമം തരുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ചാടുന്ന വെള്ളച്ചാട്ടം കണ്ടില്ലേ, നമ്മളെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പം മനുഷ്യരൊക്കെ ഇതിലെയാണ് പോലെ അതായത് ഒലിച്ചു വന്നത്. അവിടുന്ന് ഉരുൾ പൊട്ടിയിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടില്ല, ആ കാണുന്ന വണ്ടി ഗ്യാസിന്റെ കുറ്റി കണ്ടില്ല, അതാ നിൽക്കുന്നത്. ഇതൊക്കെ ചൂരൽമലൊക്കെ മുണ്ടക്കൈ ദുരന്തത്തിൽ അവിടുന്ന് ഉരുൾ പൊട്ടിയിട്ട് ഒഴുകി വന്ന സാധനങ്ങളാണ്. വണ്ടിയുടെ ഒക്കെ കോലം കണ്ടില്ല. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ സ്ഥലത്ത് ആളുകൾ ഈ രക്ഷാപ്രവർത്തകർ പറഞ്ഞതാണ് ഇതിൽ ഈ കല്ലിൻ്റെ ഇടക്കിലേക്കാണ് പോലെ ഓരോരുത്തരെ ശരീരാവശിഷ്ടങ്ങളൊക്കെ കിടന്നിരുന്നത്. ഇതുവഴി ഒലിച്ചിട്ടാണ് നേരെ ഈ പുഴയാണ് നേരെ നിലമ്പൂർക്ക് പോകുന്നത്. ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും അതേപോലെ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കണ്ട് നേരെ തിരിച്ച് കയറി. ഇപ്പം അതാ പോണ വഴിക്കിലതാ കുരങ്ങന്മാരുടെ കളികൾ. ഓ, ചെറിയ കുട്ടീനെ നോക്കിയ കുരങ്ങ് കുട്ടികൾ. ഇതിപ്പോൾ നമ്മളാ വെള്ളച്ചാട്ടത്തിലേക്ക് സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ അവിടെയാണ് കേട്ടോ അത്. ഈ കുരങ്ങനതാ ഊഞ്ഞാലാടി കളിക്കണ. എന്താല്ലേ കുരങ്ങന്മാരെ വികൃതികള്. അപ്പം ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ വയനാട് ട്രിപ്പ് ഇവിടെ ഇന്ന് കഴിയും. ഞങ്ങൾ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയറും ചെയ്യുക. പ്രത്യേകം പറയേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയായി കാണുന്നവരെ എല്ലാവരോടും ബൈ. Thanks for watching. Like, comment, share and subscribe.